محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل أطيعوا الله وأطيعوا الرسول فإن تولوا فإنما عليه ما حمل وعليكم ما حملتم وإن تطيعوه تهتدوا وما على الرسول إلا البلاغ المبين وعد الله الذين آمنوا منكم وعملوا الصالحات ليستخلفنهم في الأرض كما استخلف الذين من قبلهم وليمكنن لهم دينهم الذي ارتضى لهم وليبدلنهم من بعد خوفهم أمنا يعبدونني لا يشركون بي شيئا ومن كفر بعد ذلك فأولئك هم الفاسقون. നിസാമെ ഖിലാഫത്ത് അഥവാ ഖിലാഫത്ത് വ്യവസ്ഥിതി എന്താണ് എന്ന് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം നൽകിയ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെക്കുറിച്ച് കഴിവതും പൂർണ്ണമായ ഒരു വിശദീകരണം നൽകാനാണ് ഞാൻ ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ സാധാരണഗതിയിൽ ഏകദേശം 1965 ശേഷം അഹ്മദികളിൽ ചില ആളുകളും അതേപോലെ ജമാഅത്തിൽ നിന്ന് ഏതെങ്കിലും വിധത്തിൽ നടപടികൾ സ്വീകരിക്കപ്പെട്ടാൽ അതിനുശേഷം ഒരു പ്രതികാരം എന്ന നിലയിൽ ചില ആളുകളും 14 നൂറ്റാണ്ടിലും മുജദ്ദിദീങ്ങൾ വന്നു, അടുത്ത നൂറ്റാണ്ടിലും മുജദ്ദിദ്, അത് ഓരോ നൂറ്റാണ്ടിലും മുജദ്ദിദ് വരേണ്ടതല്ലേ എന്ന ചില സന്ദേഹങ്ങൾ ഉയർത്താറുണ്ട്. സയ്യിദന ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥങ്ങളുമായി നല്ല പരിചയമില്ലാത്ത ആളുകൾക്ക്, പ്രത്യേകിച്ച് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ വിഷയങ്ങളെക്കുറിച്ച് എന്താണ് പറഞ്ഞത് എന്ന് ഗാഢമായി ചിന്തിക്കുവാനോ അവഗാഹപൂർവം പഠിക്കുവാനോ സാഹചര്യം ലഭിക്കാത്ത ആളുകൾക്ക് ഇതിനെക്കുറിച്ച് പല ചിന്തകളും ഉയരാറുണ്ട്. അതിനുള്ള കാരണം എന്താണെന്നും ഇത്തരം സാഹചര്യങ്ങളിൽ ഖിലാഫത്ത് നിസാമിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം, അതിൻ്റെ ആവശ്യം എന്താണെന്നും 1968 ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മഹുല്ലാഹു തആല മുജദ്ദിദിയത്ത് ഔർ ഖിലാഫത്തും മുജദ്ദിദിയത്തും എന്ന പേരിൽ ഒരു പ്രഭാഷണം നടത്തിയിരുന്നു. മജ്ലിസ് അൻസാറുള്ളാഹിയുടെ ഇജ്തിമയിലാണ് ഈ പ്രഭാഷണം നടത്തിയത്. അതിനെ അധികരിച്ചുകൊണ്ടാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അതേസമയം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇക്കാര്യത്തിൽ നൽകിയ വിശദീകരണങ്ങളും പൂർണ്ണമായിട്ടും വെക്കാൻ ഉദ്ദേശിക്കുകയാണ്. വളരെ ഗഹനമായ, അതേസമയം ജീവിതവുമായി വളരെ അടുത്ത് ബന്ധപ്പെട്ട് നിൽക്കുന്ന, ജീവിതത്തിൻ്റെ ഒരു അഹ്മദി എന്ന നിലയിൽ അല്പം പോലും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു വിഷയമാണിത്. പ്രത്യേകിച്ച് ഖലീഫയുണ്ട് ഞങ്ങൾക്കിന്ന്, നായകനാര നിങ്ങൾക്കിന്ന് എന്ന് സാധാരണ മലയാളി അഹമ്മദികൾ പാടാറുണ്ട്. എന്താണത് എന്ന് മനസ്സിലാക്കാതെ പാടിയതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. പക്ഷെ അതിനൊരു ശക്തിയുള്ള വരിയാണത്. അതെഴുതിയത് അതിനെക്കുറിച്ച് നല്ല ബോധമുള്ള ഒരു മഹാനായിരുന്നു.
ആ ശക്തി എന്താണെന്ന് ഈ ക്ലാസ്സിന് ശേഷം ഒരു പരിധിവരെ നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് ഞാൻ ധരിക്കുന്നത്. സൂറത്ത് നൂറിലെ 56-55 വചനങ്ങളാണ് ഞാൻ കേൾപ്പിച്ചത്. നീ പറയുക, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും അനുസരിക്കുക, പൂർണ്ണമായും അനുസരിക്കുക. അഥവാ നിങ്ങൾ മുഖം തിരിക്കുകയാണെങ്കിൽ, നിങ്ങൾ പിന്തിരിയുകയാണെങ്കിൽ, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം, അതായത് പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം, മാഹുമ്മില എന്താണോ അദ്ദേഹത്തിൽ ഏൽപ്പിക്കപ്പെട്ടത് ആ ബാധ്യത, ആ ചുമതല മാത്രമേ ഉള്ളൂ. വഅലൈക്കും മാഹുമ്മിൽത്തും, എന്നാൽ നിങ്ങൾക്ക് നിങ്ങളിൽ ഏൽപ്പിക്കപ്പെട്ടൊരു ചുമതലയുണ്ട്, അത് നിങ്ങളുടെ ബാധ്യതയാണ്, അത് നിറവേറ്റേണ്ടത് നിങ്ങളുടെ കടമയാണ്. വൈൻ തുത്തിഉഹു തഹ്തദു, നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾ നേർമാർഗത്തിൽ ചരിച്ചുകൊണ്ടേയിരിക്കും. ആ അനുസരണ വൃത്തത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചാൽ നേർമാർഗത്തിൽ നിങ്ങൾക്ക് ചരിക്കാൻ നിവൃത്തിയില്ല. വമാ അലർ റസൂലി ഇല്ലൽ ബലാഗുൽ മുബീൻ, റസൂലിൻ്റെ ചുമതല അദ്ദേഹത്തിന് എന്തൊരു സന്ദേശമാണോ നൽകപ്പെട്ടിട്ടുള്ളത് അത് വ്യക്തമായി തുറന്ന് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ്. ഈ പ്രവാചകൻ്റെ അനുസരണ വൃത്തം പ്രവാചകൻ്റെ കാലശേഷം ഒരിക്കലും അവസാനിക്കുന്നില്ല. പ്രവാചകാനന്തരവും പ്രവാചകൻ്റെ കാലശേഷവും ഈ ഒരു അവസ്ഥ, അനുസരണ വൃത്തത്തിൽ നിന്നുകൊണ്ട് ഹിദായത്തിൽ ചരിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് നഷ്ടമാകുന്ന ഒന്നല്ല. വഅദല്ലാഹുല്ലദീന ആമനു മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ളവരെ അള്ളാഹു എങ്ങനെ ഖലീഫമാരാക്കിയോ അതേപോലെ നിശ്ചയമായും നിങ്ങളെയും അള്ളാഹു ഭൂമിയിൽ അവൻ്റെ പ്രതിനിധികളായി ഖലീഫമാരാക്കുന്നതാണ്. വലയുമക്കിനന്ന ലഹും ദീനഹും വല്ലദീ ഇർതളാ ലഹും, നിശ്ചയമായും നിങ്ങൾക്ക് അള്ളാഹു തൃപ്തിപ്പെട്ട് തന്നിട്ടുള്ളൊരു ദീനുണ്ട്, നിങ്ങളെ ഹിദായത്തിൽ ചരിക്കുന്നതിന് വേണ്ടി, നിങ്ങളെ സമാധാനത്തിലാക്കുന്നതിന് വേണ്ടി. അതിനെ അള്ളാഹു ബലപ്പെടുത്തിക്കൊണ്ട് വരും. അതായത് നിങ്ങളുടെ വ്യക്തിത്വത്തിലും വ്യക്തിജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഇസ്ലാമിൻ്റെ മൊത്തത്തിലുള്ള വളർച്ചയിലും അതിനെ ബലപ്പെടുത്തുന്നതാണ്. വല യുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംന, ആ പാതയിൽ നിങ്ങൾക്കെതിരിൽ വരുന്ന ഏത് വിധത്തിലുള്ള ഭയചകിതമായ അവസ്ഥകളുണ്ടെങ്കിലും, വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും ശരി, സാമൂഹ്യമായ ജീവിതത്തിലാണെങ്കിലും ശരി, അതിലുള്ള എല്ലാ ഭയചകിതമായ അവസ്ഥകളെയും അള്ളാഹു സമാധാനത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നവനാണ് നിശ്ചയം. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ, ആത്യന്തികമായി നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുന്ന, എൻ്റെ ദാസരായി മാറുന്ന, എൻ്റെ സിഫത്തുകൾ, എൻ്റെ ഗുണനാമങ്ങൾ സ്വീകരിച്ച് അതിനനുഗുണരായി ജീവിക്കുന്ന ഒരു ജീവിതം നിങ്ങൾക്ക് അതുകൊണ്ട് ലഭിക്കും. അതിൻ്റെ കൂടെ മറ്റൊന്നിനെയും നിങ്ങൾ ശിർക്ക് അഥവാ പങ്കു ചേർത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തസാദ് അഥവാ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുകയില്ല. ശിർക്ക് എപ്പോഴും ജീവിതത്തിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കും. തൗഹീദ് എപ്പോഴും ജീവിതത്തിൽ ഏകാഗ്രതയും ഐക്യവും ഉളവാക്കും. യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈഅ, ഈ ഒരു അനുഗ്രഹീതമായ എല്ലാ വൈരുദ്ധ്യങ്ങളിൽ നിന്ന് വിമുക്തം, എല്ലാ ശിർക്കുകളിൽ നിന്ന് വിമുക്തം, അള്ളാഹുവിൻ്റെ പരിപൂർണ്ണ ദാസരായി ജീവിക്കുവാനുള്ള ഒരു സാഹചര്യം, ഭയചകിതമായ അവസ്ഥകളിൽ നിർഭയമായ അവസ്ഥ, അള്ളാഹു തൃപ്തിപ്പെട്ട് തന്ന ദീനിൽ അടിയുറച്ച് ജീവിക്കുവാനുള്ള അവസ്ഥ, അതിനെ ബലപ്പെടുത്തുവാനുള്ള അവസ്ഥ, ഇതെല്ലാം നിലനിൽക്കെ ഒമൻ കഫറ, ആരാണോ അതിനെ നിഷേധിക്കുന്നത്, അതിനെ നിരാകരിക്കുന്നത്, ബാദ ദാലിക്, അതിന് ശേഷവും ഫ ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് യഥാർത്ഥത്തിൽ ഫാസിഖീങ്ങൾ. അപ്പം ഖിലാഫത്ത്, ഈ ഒരു ആയത്തിൽ ഖിലാഫത്ത് വ്യവസ്ഥിതിയെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അഹമ്മദികളെല്ലാവരും ഒന്നിച്ച് വിശ്വസിക്കുകയും ഒരുവിധം ചെറിയ കുട്ടികൾക്ക് പോലും ആയത്ത് കേൾക്കുമ്പോൾ ഖിലാഫത്തിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് എന്ന് മനസ്സിലാവുകയും ചെയ്തു. എന്നാൽ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു തന്ന അതിൻ്റെ ഫുൾ വിശദീകരണത്തോടുകൂടി, പരിപൂർണമായ വിശദീകരണത്തോടുകൂടി അതിനെ ഗ്രഹിക്കുവാൻ സാധിച്ചിട്ടുള്ള ആളുകൾ വളരെ കുറവാണ് എന്നുള്ളത് ഒരു സത്യമാണ്. അതിന് ഭാഷയുടെ പ്രയാസവുമുണ്ട്, പഠിക്കാനുള്ള ഉത്സാഹക്കുറവുകളുണ്ട്. ഇക്കാര്യത്തിൽ ജമാഅത്ത് വളർന്നു വരുന്നതനുസരിച്ച് ഏതൊരു സമൂഹത്തിലും എന്ന പോലെ അടിസ്ഥാനപരമായ വിശ്വാസങ്ങളിൽ നിന്ന് വിശ്വാസത്തെക്കുറിച്ച് അറിയാതെ വരികയും
പിന്നീട് അതെന്താണെന്ന് മനസ്സിലാകാതെ പല വഴിയിലേക്കും തിരിയുകയും ചെയ്യും. ഖലീഫത്തുൽ മസീഹ് സാലിസ് റഹ്മത്തുള്ളാഹി തആല പറയുന്നു, മൂന്നാമത്തെ തലമുറയിൽ അത് ദൃശ്യമാവാറുണ്ട്. കാരണം ആദ്യത്തെ തലമുറ അഹമ്മദിയത്ത് സ്വീകരിക്കുന്നതോടുകൂടി ഫൈറ്റ് ചെയ്ത് ആ വിശ്വാസങ്ങളെ പൂർണ്ണമായും ഉൾക്കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പാകെ അവർക്ക് യുദ്ധം ചെയ്തുകൊണ്ടാണ് ജീവിക്കേണ്ടി വരുന്നത്. രണ്ടാമത്തെ തലമുറക്ക് അത്ര അത്യാവശ്യമില്ലാതെ വരികയും അതിൻ്റെ അടുത്ത തലമുറ അതിനെ മറക്കുകയും ചെയ്യുന്നൊരവസ്ഥ വരും. അവിടെ ഈ ഒരു കാര്യത്തെ പരിഗണിച്ചുകൊണ്ട് ഇത്തരം ചിന്താഗതികൾ ഖലീഫത്തുൽ മസീഹ് മുജദ്ദിദിനെ കുറിച്ചുള്ള ആ ഖിലാഫത്ത് നിസാമിനെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ ആമുഖമായി പറഞ്ഞ ഒരു വാക്ക് ഞാൻ നിങ്ങളെ അതുപോലെ തന്നെ വായിച്ചു കേൾപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. जो शख्स बच्चों की तरबियत से गाफिल है या जो शख्स अपनी तरबियत से गाफिल है और उस किस्म की बातें घर में करने के आदी हैं जिसके नतीजे में बच्चों के दिलों से खुदा और उसके रसूल की मोहब्बत आहिस्ता आहिस्ता मिटती चली जाए और निज़ाम के खिलाफ बातें करने की उसे आदत पड़ जाए तो खुद को भी ख़राब किया और अगली नस्ल को भी ख़राब किया. തൻ്റെ മക്കളുടെ തെർബിയത്തിൽ നിന്ന്, ശിക്ഷണത്തിൽ നിന്ന് അശ്രദ്ധരായിട്ടുള്ള ആളുകൾ, അല്ല തൻ്റെ ശിക്ഷണത്തിൽ നിന്ന് സ്വയം അശ്രദ്ധരായിട്ടുള്ള ആളുകൾ, അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അള്ളാഹുവിൻ്റെയും അവൻ്റെ റസൂലിൻ്റെയും സ്നേഹം അനുക്രമമായി ഇല്ലാതായി പോയിക്കൊണ്ടിരിക്കുന്നു, നശിച്ചുകൊണ്ടിരിക്കും. അവർ ജമാഅത്ത് വ്യവസ്ഥിതിക്കെതിരിൽ പലവിധത്തിലുള്ള സംസാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കും. അവർക്കതിൻ്റെ ഒരു ശീലമായി മാറും. നിസാമിലുള്ള വലിയ ആളുകളെ സംബന്ധിച്ചും ജമാഅത്തിൻ്റെ വ്യവസ്ഥിതിയെക്കുറിച്ചും പലതും പറയുന്ന ശീലം അവരിൽ ഉണ്ടായിത്തീരും. ഞാനിത് പറയുമ്പോൾ ഈ ഒരു പശ്ചാത്തലം ഇത്തരം ചിന്താഗതികൾ ഉടലെടുത്ത സ്ഥലങ്ങളിലും കുടുംബങ്ങളിലും ഉണ്ടോ എന്ന കാര്യം നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഹുദൂർ പറഞ്ഞ ഈ പശ്ചാത്തലം അല്ലാതെ വൈജ്ഞാനികമായിട്ടുള്ള ഒരു പ്രശ്നമല്ല, മറിച്ച് അതിന് വളരെ അടിത്തറ വേറൊന്നാണ്. അതിൽ നിന്നാണ് വൈജ്ഞാനികമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന നിലയിൽ ഉദിക്കുകയും വാസ്തവത്തിൽ അത് വൈജ്ഞാനികമായിട്ടുള്ള പാപ്പരത്വത്തിലേക്ക് പോവുകയും ചെയ്തിട്ടുള്ളത്. ഞാൻ തുടർന്ന് ഹുസൂറിന്റെ വാക്കുകൾ തന്നെ കേൾപ്പിക്കട്ടെ. खुदा के सामने जब आप जाएंगे और आपसे पूछेगा कि नबी अकरम सल्लल्लाहु अलैहि वसल्लम के इरशादात के मुताबिक मेरे हुक्म के मातहत तुमने इस जिम्मेदारी को कैसे निभाया, तो क्या जवाब देंगे? നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്, നിങ്ങളിൽ ഓരോരുത്തരും ഇടയന്മാരാണ്, നിങ്ങളെ ഏൽപ്പിക്കപ്പെട്ട ആടുകളെക്കുറിച്ച്, മേയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ട ആളുകളെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടുമെന്ന്. ആ കൽപ്പനയനുസരിച്ച് നിങ്ങൾ ഇവിടെ നിന്ന് അള്ളാഹുവിൻ്റെ തിരുസന്നിധിയിലെത്തുമ്പോൾ നിങ്ങളുടെ സന്തതികളെക്കുറിച്ച് നിങ്ങൾ എന്തു മറുപടിയാണ് പറയുക എന്ന് നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. बस तरबियत की तरफ ख़ास तवज्जो दे और अपने माहौल को नेक और पाक और हर किस्म की गंदगी और हर किस्म की नापाकी से साफ बनाने की कोशिश करें. അതിനാൽ തെർബിയത്തിൻ്റെ കാര്യത്തിൽ, ശിക്ഷണത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. തങ്ങളുടെ സാഹചര്യങ്ങളെയും തങ്ങളുടെ പരിസ്ഥിതികളെയും പൂർണ്ണമായിട്ടും പരിശുദ്ധമാക്കുന്നതിന് വേണ്ടിയും എല്ലാവിധത്തിലുള്ള വൃത്തികേടുകളിൽ നിന്നും സംശുദ്ധമാക്കുന്നതിനും എല്ലാ അഴുക്കുകളിൽ നിന്നും അവയെ ശുദ്ധീകരിക്കുന്നതിനും വേണ്ടി എപ്പോഴും നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ജബ് തക് ആപ്കാ മാഹോൽ और आपका घर पाक नहीं होगा, आपका लिबास तकवा की गंदगी की छींटों से पाक नहीं हो सकता. നിങ്ങളുടെ സാഹചര്യങ്ങളിൽ നിങ്ങളുടെ വീടുകളും നിങ്ങളുടെ താമസിക്കുന്ന സാഹചര്യവും, അതായത് നിങ്ങളുമായി ഇടപഴകുന്ന ആളുകളും പരിശുദ്ധരല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ തഖ്വയുടെ വസ്ത്രത്തെ നിങ്ങൾക്ക് പരിശുദ്ധമായി കാത്തു രക്ഷിക്കുവാൻ സാധ്യമല്ല. അതിൽ പെടുന്ന വൃത്തികെട്ട തുള്ളികൾ ഒരിക്കലും അകറ്റുവാൻ സാധ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുന്നതാണ്. ഉസ്സെ ചീട്ടോസെ മഹ്ഫൂസ് നെയ് രസക്ത, അത്തരം അതിൻ്റെ പുള്ളികളിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും, കറകളിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും സുരക്ഷിതമായി നിലകൊള്ളുവാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ഇനി ഇത് ഒരു സാഹചര്യമാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള ചിന്താഗതികൾ, ഖിലാഫത്തിനെതിരെയുള്ള ചിന്തകൾ വരാനുണ്ടാകുന്ന കാരണം. അക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഓർക്കാനുള്ളത്, ജമാഅത്ത് ഭാരവാഹികളെക്കുറിച്ച് സംസാരിക്കുന്ന ആളുകൾ, അനാവശ്യമായി സംസാരിക്കുന്ന ആളുകൾ ദുർധാരണ വെച്ച് പുലർത്തുന്നുവെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിക്കുകയില്ല, മറിച്ച് അതിൻ്റെ മേലെയും പിന്നീട് ഖിലാഫത്തിനെയും കുറിച്ച് അവർ ചിന്തിച്ചേ പറ്റൂ. അങ്ങനെ ഖലീഫക്ക്, അതായത് ആദ്യം ഇവിടുന്ന് തുടങ്ങുന്നുവെങ്കിൽ അടുത്തത് ഖലീഫ ആ വിധത്തിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്തകളിൽ വരികയും
അവസാനം അത് പ്രവാചകനിലേക്കും ഖുർആനിലേക്കും നിരീശ്വരവാദത്തിലേക്കും എത്തുമെന്ന് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ബദ്സന്നി അഥവാ ദുർധാരണ എന്ന ഒരു ചാപ്റ്റർ തന്നെ എടുത്തുകൊണ്ട് ജമാഅത്തിനെ തെര്യപ്പെടുത്തിയിരുന്നു. ഇത് എപ്പോഴും ഇത്തരം ചിന്താഗതികളുടെ അടിത്തറയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളൊരിക്കൽ സംസാരിക്കുന്നത് ശരിയായിരിക്കാം, പക്ഷേ അതിനേക്കാൾ ആഴത്തിലാണ് അത് കേൾക്കുന്ന സന്തതികളിൽ മുറിവേൽക്കുന്നത് എന്ന് ഖലീഫത്തുൽ മസീഹ് റാബി റഹ്മത്തുള്ളാഹി വഖഫനോന്റെ ഖുത്ബ ചെയ്യുമ്പോൾ അതിൽ തെര്യപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് ഒരിക്കലും മക്കളുടെ മുമ്പിൽ അത്തരത്തിലുള്ള സംസാരങ്ങൾ നടത്തരുത് എന്ന് ഹുസൂർ പ്രത്യേകം ഉപദേശിച്ചിരുന്നു. ഇനി നമുക്ക് അല്പം വിശദമായിട്ട് ഖിലാഫത്ത് നിസാം എന്താണെന്ന്, അതിൻ്റെ വൈജ്ഞാനിക വശവും അതിൻ്റെ ആത്മീയ വശവും രണ്ടും ഒരുമിച്ച് പരിശോധിച്ചുകൊണ്ട് മുമ്പോട്ട് നീങ്ങാം. നിസാമി ഖിലാഫത്ത് അള്ളാഹു അമ്പിയാക്കൾക്ക് ശേഷം അവരുടെ സമൂഹത്തിൽ കൊണ്ടുവരുന്ന ഒന്നാണെന്നാണ് നമ്മുടെ ധാരണ. നബിമാർ മാക്കാനത്തിൻ നുബുവത്ത് ഖത്തുൻ ഇല്ലാ തബഅത്തുൽ ഖിലാഫ, ഒരു നബിയും ഇതിനു മുമ്പ് കടന്നുപോയിട്ടില്ല, അവരുടെ മരണശേഷം ഖിലാഫത്ത് തുടരാതെ എന്ന് ജാമിഉ സഗീറിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ രേഖപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ഖിലാഫത്ത് നിസാം എന്ന് പറയുമ്പോൾ, ഖിലാഫത്ത് വ്യവസ്ഥിതി എന്ന് പറയുമ്പോൾ പ്രവാചകന് ശേഷം വരുന്ന ഒന്നാണെന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ളത്. പക്ഷേ അതിനേക്കാൾ ആഴത്തിലുള്ള അർത്ഥത്തിലാണ് ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞിട്ടുള്ളത്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്ലാമിൽ ഈ വാഗ്ദാനം, അതായത് നമുക്ക് നൽകിയിട്ടുള്ള ഖിലാഫത്തിൻ്റെ അവസ്ഥ പറയുമ്പോൾ, ഒന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു വിഷയത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളതാണ്. പലപ്പോഴും മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സമീപന രീതിയെ മനസ്സിലാക്കാതെ നമ്മളുടെ സമീപന രീതി വെച്ച് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗ്രന്ഥങ്ങൾ വായിക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികമായും അവർ അപകടത്തിൽ പെട്ടുപോകും. അതുകൊണ്ടാണ് പലപ്പോഴും ഓരോ കഷ്ണം വായിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകളെ നമ്മൾ കാണുന്നത്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം മാത്രമല്ല, ഏതൊരു ഗ്രന്ഥകാരനും ആ ഗ്രന്ഥകാരൻ്റെ ഒരു സമീപന രീതിയുണ്ട്. അതിനെക്കുറിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ വൈക്കം ബഷീറിൻ്റെ ഒരു നോവൽ വായിക്കുന്ന, ഒരു നാടകം വായിക്കുന്ന ഒരു വ്യക്തിക്ക്, പുസ്തകം വായിക്കുന്ന ഒരു വ്യക്തിക്ക് വൈക്കം ബഷീറിൻ്റെ ഭാഷയും അദ്ദേഹത്തിൻ്റെ സമീപന രീതിയും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇത്രയും മോശപ്പെട്ടൊരു ഭാഷയിലാണോ എഴുതിയത് എന്ന് ചോദിച്ചാൽ അയാളെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. സാധാരണ നാടൻ ഭാഷയിൽ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം അതിൻ്റെ പൂർണ്ണമായ സ്വാദോടുകൂടി, അതിൻ്റെ യഥാർത്ഥത്തിലുള്ള അതിൻ്റെ പൂർണ്ണ ശക്തിയോടുകൂടി അദ്ദേഹം അത് അവതരിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒരു കഷ്ണം എടുത്ത ഒരാളുടെ കയ്യിൽ കൊട്ടേഷൻ തന്നിട്ട് ഇതാണ് വൈക്കം ബഷീറിൻ്റെ കൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ, ഇതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ധരണി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വായിക്കാൻ കൊടുത്തൊരു ഉദ്ധരണി മാത്രം വായിക്കുന്ന ഒരാൾ പറയും ഇതെന്ത് മലയാളമാണെന്ന് ചോദിക്കും. ഇതേപോലെ ഓരോരോ ഗ്രന്ഥകാരൻ്റെയും അയാളുടെ ഒരു സമീപന രീതിയും അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥവുമായിട്ടുള്ള ബന്ധവുമില്ലാതെ കഷ്ണങ്ങളിൽ ഒരിക്കലും ഒതുങ്ങി നിൽക്കരുത്, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടതാണ്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു അടിസ്ഥാനപരമായ വാദം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ഖുർആനിലില്ലാത്ത ഒരു കാര്യവും ദീനിയായിട്ട് ആരോടും പറഞ്ഞിട്ടില്ല എന്നാണ്. അപ്പോൾ സ്വാഭാവികമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്നല്ലാഹ യബ്അസു ലി ഹാദിഹിൽ ഉമ്മത്തി അലാ റഅസി കുല്ലി മിഅത്തി സനത്തിൻ മൻ യുജദ്ദിദു ലഹാ ദീനഹ. അബൂദാവൂദിൽ വന്നിട്ടുള്ള ഹദീസാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി ചെയ്യുന്നു, നിശ്ചയം ഈ ഉമ്മത്തിന്റെ ഓരോ നൂറ്റാണ്ടിന്റെയും തലക്കൽ അള്ളാഹു ഓരോ പരിഷ്കർത്താക്കളെ നിയോഗിക്കുന്നതാണ്. അവരെ ഓരോ നൂറ്റാണ്ടിന്റെയും തലക്കൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവർ യുജദ്ദിദു ലഹാ ദീനഹ, ദീനിന്റെ നവമായ രൂപം നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പം മുജദ്ദിദീങ്ങൾ വരും എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പറയുമ്പോൾ ഖുർആനിൽ ഇല്ലാത്ത ഒരു കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയില്ല. ഇതാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള വാദം. അതുകൊണ്ട് തന്നെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം അത് ഖുർആനിലുണ്ട് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലുണ്ട് എന്ന് പറയുമ്പോൾ ഖുർആനിൽ എവിടെയാണ് എന്നതുകൂടി മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വ്യക്തമായിട്ട് പറയുന്നു. അതിലൊരു സംശയം ആർക്കും വരാത്ത വിധത്തിൽ വളരെ വെട്ടി തുറന്നാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇക്കാര്യം പറയുന്നത്. പക്ഷെ അത് പറയുമ്പോൾ ഹസരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് എങ്ങനെയാണത് ഖുർആനിലുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത് എന്നതിനെ കുറിച്ചൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതൊരു വൈജ്ഞാനിക വിഷയമാണ്. പ്രത്യേകിച്ച് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഏതൊരു ഗ്രന്ഥം വായിക്കുന്ന ഒരാൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന, അതേപോലെ അതിനു മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഔലിയാക്കളുടെ ഗ്രന്ഥം വായിക്കാനും ഇത് വളരെ രസകരമാണ്. ഇപ്പൊ ചില ഔലിയാക്കളുടെ ഗ്രന്ഥങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഇങ്ങനെ ഉണ്ട് എന്ന് മാത്രമേ പറയുള്ളൂ. അതിന് റിവായത്ത് മറ്റൊന്നും അവർ പറയാറില്ല. പക്ഷേ അവർക്കത് പൂർണ്ണ ബോധ്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്.
അതിനെന്താണ് കാരണം എന്ന് മസീമുന്റെ ഗ്രന്ഥത്തിലൂടെ ഒരു അന്വേഷണം നടത്തുമ്പോൾ മസീം അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, പരിപൂർണമായിട്ട് വിലായത്തിന്റെ മഹനീയ സ്ഥാനം സിദ്ധിച്ചിട്ടുള്ള ആളുകൾക്ക് അവർക്ക് അള്ളാഹുവിൽ നിന്ന് വഹിയും ഇൽഹാമും ലഭിക്കുന്നു. അതിന്റെ ഒരു പ്രകാശം അവരുടെ ഹൃത്തടങ്ങളിൽ എപ്പോഴും നിലകൊള്ളും. അവർ ഇല്ലൽ മുത്തഹറൂൻ അഥവാ പരിശുദ്ധരാക്കപ്പെട്ട ആളുകൾ എന്ന് പറയുന്ന ആളാണ്. അള്ളാഹുവിനാൽ പരിശുദ്ധീകരിക്കപ്പെട്ട ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് അവരുമായിട്ട് അള്ളാഹുവിന്റെ ഒരു സുന്നത്തുണ്ട്. വക്തൻ ഫവക്തൻ ദഖായിഖ് മഖ്ഫിയ ഖുർആനെ കരീം കെ ഉൻ പർ ഖോൽതാ രഹതാ ഹൈ. പലപ്പോഴായി ഓരോ സമയങ്ങളിലും വിശുദ്ധ ഖുർആന്റെ അഗാധമായ ജ്ഞാനങ്ങൾ അവരിൽ അള്ളാഹു തുറന്നു കൊടുക്കുന്നു. ഈ വഹി മുഖേന, ഈ അള്ളാഹുവിൽ നിന്നുള്ള അറിയിപ്പുകൾ മുഖേന ഈ പരിശുദ്ധരായിട്ടുള്ള ആളുകൾക്ക് അങ്ങനെ അവർക്ക് കൊടുക്കുമ്പോൾ അവർക്ക് और ये बात उन पर साबित कर देता है कि कोई जायद तालीम हज़रत सल्लल्लाहु अलैहि वसल्लम ने हरगिज़ नहीं दी. അവർക്ക് മനസ്സിലാകപ്പോഴേ അവരാ മേഖലയിലേക്ക്, ആ തെരുവിലേക്ക് അവരിറങ്ങിച്ചെല്ലുമ്പോൾ അവർക്ക് മനസ്സിലാകും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നിട്ടുള്ള അധ്യാപനങ്ങളൊന്നും തന്നെ പുതുതായിട്ടൊന്നല്ല, ഈ ഖുർആനിലുള്ള കാര്യങ്ങൾ തന്നെയാണ് തന്നിട്ടുള്ളത്. അതായത് പഞ്ചസാര തിന്നുന്ന ഒരാൾക്ക് പഞ്ചസാരയുടെ മധുരം എന്താണെന്ന് കണ്ട മനസ്സിലാവും. അതിന് മുമ്പ് ഒരാൾ പഞ്ചസാര തിന്ന് നുണഞ്ഞു നിന്നിട്ടുണ്ടെങ്കിൽ അയാളെ കണ്ട ആ പഞ്ചസാര എന്നിട്ട് ഇങ്ങനെയായിരുന്നു അയാൾക്ക് സുഖം എന്നറിയും. ഇതേപോലെ അവർക്ക് അള്ളാഹുവിൽ നിന്ന് ഖുർആനിക ജ്ഞാനങ്ങൾ ലഭിക്കുമ്പോൾ തിരുമേനിക്കും ഇതേപോലുള്ള ജ്ഞാനങ്ങൾ ഖുർആനിൽ നിന്ന് ഔന്നിത്യത്തിൽ നൽകപ്പെട്ടിരുന്നു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് സംസാരിച്ചിരുന്നത് എന്ന് മനസ്സിലാവും. ഒരു ആയത്ത് വളരെ വ്യക്തമായിട്ട് അതിന്റെ അഗാധ തലത്തിൽ മനസ്സിലാക്കാവുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണത്. മായൻതിഖു അനിൽ ഹവ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യുഹാ. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി ഇല്ലാതെ ഒരിക്കലും സ്വേച്ഛപ്രകാരം സംസാരിച്ചിട്ടില്ല. അപ്പൊ ഖുർആനിക വഹീന്റെ അടിസ്ഥാനത്തിൽ, അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന വഹീന്റെ അടിസ്ഥാനത്തിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞ വാക്കുകൾ ഹദീസുകളിലുള്ള വാക്കുകൾ. ഹദീസ് നിഷേധികൾക്ക് ഇതൊരു പാഠമാണ്. ഹദീസിലല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയുന്നത് അള്ളാഹു കൊടുത്തിട്ടുള്ള ആ ജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതിലാണ് ഹസ്രത്ത് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞത്, കാന ഖുൽഖുൽ ഖുർആൻ. നിങ്ങൾ റസൂലുള്ളാഹിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഖുർആൻ പഠിച്ചാൽ മതി. ആ ഖുർആന് എങ്ങനെയാണോ മനസ്സിൽ പതിഞ്ഞത് അതിന്റെ പ്രത്യക്ഷരത്തിലുള്ള വ്യാഖ്യാനമാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തികളിൽ നമുക്ക് കാണാൻ സാധിച്ചത്, വാക്കുകളിൽ നമ്മൾക്ക് സ്ഫുരിച്ചു നിൽക്കുന്നതായി ദർശിക്കാൻ സാധിച്ചത്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തുടർന്ന് പറയുകയാണ്, बल्कि अहादीस सहीहा में मुजमलात और इशारात ഖുർആൻ കരീം की तफसील है. സഹിഹായ ഹദീസുകളിൽ വിശുദ്ധ ഖുർആന്റെ സുന്ദരമായ വിവരണങ്ങൾ, അത് ഗോപ്യമായിട്ടാണുള്ളതെങ്കിൽ അതിന്റെ വിശദീകരണങ്ങളാണ് ഹദീസുകളിലുള്ളത്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്കുകൾ വിശുദ്ധ ഖുർആനിൽ ഇല്ലാത്ത ഒരു കാര്യവുമില്ല എന്ന് അടിത്തറയോടിലാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഹദീസിനോടുള്ള സമീപനം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അൽ ഹഖ് മുബാഹിസ ലുധിയാന പേജ് നമ്പർ 79, റുഹാനി ഖസായിൻ 8 പേജ് നമ്പർ 81 ഇത് 8 പേജ് 81 ഈ കാര്യം ഉള്ളത്. ഇത് മനസ്സിലാക്കി മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വ്യക്തമായിട്ട് ചില സ്ഥലങ്ങളിൽ ഇത് വെട്ടിത്തുറന്ന് പറയുന്നതാണ്. ഒരിക്കലും ഖുർആനിലില്ലാത്തൊരു കാര്യം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഓരോ നൂറ്റാണ്ടിലും മുജദ്ദിദ് വരും എന്നുള്ളത് എവിടെയാണ് എന്നുള്ളൊരു അന്വേഷണം നമുക്ക് നടത്തേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ ഭാഗങ്ങൾ ഏകദേശം മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ആയത്ത് ഇസ്തിഖ്ലാഫിന് 20-ലധികം സ്ഥലങ്ങളിൽ വിശദീകരണം നൽകിയിട്ടുണ്ട് തന്റെ ഗ്രന്ഥങ്ങളിൽ. പരമാവധി എല്ലാ സ്ഥലങ്ങളും പരാമർശിക്കുന്നതിന് വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഇല്ല മാഷാ ഏതെങ്കിലും 1-2 സ്ഥലം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പരിശോധിക്കാൻ കിട്ടിയ ഇന്നിലെ എഴുതിൽ പ്രിന്റ് ചെയ്ത് വന്നിട്ടുള്ള പരിശോധിക്കാവുന്നതിന്റെ എല്ലാ തലങ്ങളിലും മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഇത് എഴുതിയത് പരിശോധിച്ചതിൽ അതിൽ മൽഫൂദാത്തുണ്ട്, മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം എഴുതിയ കത്തുകളുണ്ട്, മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയ വിളംബരങ്ങൾ ഇഷ്തിഹാറാത്തുണ്ട്, മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഗ്രന്ഥങ്ങളായിട്ടുള്ള റുഹാനി ഖസായിനുണ്ട്. അവിടെ ഒക്കെ തന്നെ മുജദ്ദിദിനെ കുറിച്ച് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ചർച്ച ചെയ്യുന്നത് ആയത്ത് ഇസ്തിഖ്ലാഫിന്റെ അടിസ്ഥാനത്തിലാണ്. സൂറത്ത് നൂറിലുള്ള ആയത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുജദ്ദിദിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത്. ഇസ്തിഖ്ലാഫ് മുജദ്ദിദിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് ഈ ആയത്തിന്റെ പിൻബലമില്ലാതെ ചർച്ച ചെയ്ത ഒരു ഭാഗവും മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ലിഖിതങ്ങളിൽ കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം.
ആ ആയത്തിന്റെ വ്യാഖ്യാനമാണ് മുജദ്ദിദായിട്ട് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. ആ ആയത്തിന്റെ വ്യാഖ്യാനമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇക്കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്നാണ് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാദം. ഇനി നമുക്കത് ഒന്നുകൂടെ മസീഹ് മൗഊദിന്റെ വാക്കുകളിൽ പരിശോധിക്കുമ്പോൾ കൂടുതൽ വ്യക്തമാകുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ അധികവും ചർച്ച ചെയ്യുമ്പോൾ ഖുർആനിൽ മുജദ്ദിദിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് പറയും. അത് ഈ പശ്ചാത്തലം മനസ്സിലാക്കുന്ന ഒരാൾ പറയുകയാണെങ്കിൽ പ്രയാസമില്ലാത്ത സംഗതിയാണ്. ഖുർആനിൽ നേർക്ക് നേരെ വാക്കില്ല. അതേ സമയത്ത് ഖുർആന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ സംസാരിക്കാൻ നിവൃത്തിയുള്ളൂ. അപ്പോൾ ഒരു അഹമ്മദി മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം എന്താണോ പറഞ്ഞത് അതിന്റെ അടിസ്ഥാനത്തിലാണ് സംസാരിക്കേണ്ടത്. സ്വന്തം കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. അല്ലാത്ത ഒരാളാണെങ്കിൽ നമുക്ക് ഖുർആനിൽ അതുണ്ടോ ഇല്ലേ എന്നുള്ള കാര്യം ചർച്ച ചെയ്യേണ്ട ആവശ്യം വന്നാൽ മസീഹ് മൗഊദ് അതിനുള്ള തെളിവ് കൊടുത്തിട്ടുണ്ട്, വളരെ വ്യക്തമായിട്ട് തെളിവ് നൽകിയിട്ടുണ്ട്. അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഈ കാര്യത്തിന്റെ വിശദീകരണത്തിന് വേണ്ടി മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്ക് അങ്ങനെ തന്നെ ഞാൻ കേൾപ്പിക്കുകയാണ്. ഖലീഫ കെ മാനെ ജാനിഷീൻ കെ ഹെ ജോ തജ്ദീദ് ദീൻ കരേ. ഖലീഫ എന്ന വാക്കിന്റെ അർത്ഥം പ്രതിനിധി എന്നാണ്. അത് മുജദ്ദിദിന്റെ പ്രവൃത്തി ചെയ്യണം. തജ്ദീദ് ദീൻ കരേ എന്ന് പറഞ്ഞാൽ റസൂലുള്ള മുജദ്ദിദിന് എന്താ പറഞ്ഞാൽ മൈ യുജദ്ദിദു ലഹ ദീനഹ. അതിനെ ഉറുദുവിൽ എങ്ങനെ തർജ്ജമ ചെയ്യാൻ കഴിയും? ജോ ദീൻ കി തജ്ദീദ് കരേ. അത് തന്നെയാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത്. അത് ദീനിന്റെ പരിഷ്കരണം, ദീനിന്റെ നവീകരണം അവർ മുഖേന നടപ്പിൽ വരുത്തും. അപ്പൊ അതേ പദമാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഖലീഫന്റെ നിർവചനത്തിന് കൊടുത്തിരിക്കുന്നത്. ഖലീഫ എന്നുള്ളത് മുജദ്ദിദാണ് അതിന്റെ അർത്ഥം. ഖലീഫ എന്ന് പറഞ്ഞാൽ അപ്പോൾ ബാക്കിയുള്ള ഖലീഫമാരൊന്നും മുജദ്ദിദ് അല്ലേ, മുജദ്ദിദ് അല്ലാത്ത ഖലീഫമാരില്ലേ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. എൻ്റെ ക്ലാസ് ഒറ്റവാക്കിൽ പറയാ, മുജദ്ദിദ് അല്ലാത്ത ഖലീഫയില്ല, നബിയില്ല. ബാക്കി ഇൻഷാ അല്ലാഹ് ക്ലാസ്സിൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉദ്ധരണിയോടുകൂടി ഞാൻ അതിനോട് സമീപിക്കുന്നതാണ്. मसीबत തുടർന്ന് പറയുന്നത് नबियों के जमाने के बाद तारीखी फैल जाती है, उसको दूर करने के वास्ते जो उनकी जगह आते हैं उन्हें खलीफा कहते हैं. നബിമാരുടെ ശേഷം വ്യാപൃതമാകുന്ന അന്ധകാരത്തെ ദൂരീകരിക്കുന്നതിന് വേണ്ടി അവരുടെ സ്ഥാനത്ത് വരുന്ന ആളുകളെയാണ് ഖലീഫ എന്ന് പറയുന്നത്. അപ്പോൾ നബിമാർക്ക് ശേഷം വരുന്ന ഖലീഫമാർ മുജദ്ദിദീങ്ങളുമാണ്, ഖലീഫമാരുമാണ്. മൽഫൂദാത്ത് പുതിയ എഡിഷൻ വോള്യം 2 പേജ് നമ്പർ 666. അതിനുശേഷം മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഇതിനെ ഒന്നുകൂടെ വ്യക്തമാക്കിക്കൊണ്ട് പറയുകയാണ്. यानी खुदा ने इस उम्मत के मोमिनों और नेकाकारों के लिए वादा फरमाया है कि उन्हें ज़मीन में खलीफा करेगा. അള്ളാഹു ഈ ഉമ്മത്തിലെ സൽക്കർമ്മകാരികളോടും സത്യവിശ്വാസികളോടും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, അവരെ ഈ ഭൂമിയിൽ അവർ ഖലീഫമാരാക്കുമെന്ന്, അവൻ ഖലീഫമാരാക്കുമെന്ന്. ജൈസാ കെ ഉസ്നെ പഹ്ലോം കോ ബനായ था, അവൻ മുമ്പുള്ളവരെ ആക്കിയതുപോലെ. യാനി ഇസി തറസ് അവർ തരീഖയ്ക്ക് മുവാഫിക്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട വാക്കാണ്, ഞാൻ അതുകൊണ്ട് ഉറുദു തന്നെ എടുത്തു വായിക്കുന്നത്. यानी उसी तरस और उसी तरीके के मुताबिक, तरीके के मुवाफिक और नीस उसी मुद्दत और उसी जमाने के मुशाबा और उसी सूरत जलाली और जमाली की मानिंद जो बनी इसराइल में सुन्नतुल्लाह गुजर चुकी है. കമ അതേപോലെ എന്നുള്ള വാക്കിനെയാണ് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വിശദീകരിക്കുന്നത്. മുമ്പുള്ളവർക്ക് ഖലീഫമാരാക്കിയതുപോലെ ആക്കും. മുമ്പുള്ളവരിൽ ഏത് രീതിയിലാണോ ഉണ്ടായിരുന്നത് അതേ രീതിയിൽ, ഏത് കാലഘട്ടങ്ങളുടെ അടിസ്ഥാനത്തിലാണോ വന്നിട്ടുള്ളത് അതേ കാലഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ. മാത്രമല്ല അവരുടെ ജലാലിയായിട്ടുള്ള പ്രതാപത്തിന്റെ അവസ്ഥ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലത്തെ പ്രതാപത്തിന്റെ അവസ്ഥയിൽ, അവരുടെ ജമാലിയായിട്ടുള്ള അവരുടെ അധ്യാപനങ്ങളുടെ സൗന്ദര്യത്തെ പ്രകടമാക്കുന്ന സുന്ദരമായിട്ടുള്ള ആ രൂപം, സൗന്ദര്യ പ്രഭാവത്തിന്റെ കാലഘട്ടം, ആ കാലഘട്ടം എങ്ങനെയാണോ മൂസാ നബിയുടെ സമുദായത്തിൽ ഉണ്ടായിരുന്ന ഖലീഫമാർക്ക് അതേപോലുള്ള അവസ്ഥയിൽ, അത് അള്ളാഹുവിന്റെ ഈ സനാതന നിയമം എങ്ങനെയാണോ മൂസാ നബിയുടെ സമുദായത്തിൽ ബനു ഇസ്രായേൽ നടന്നത് അതിന് ഒരു അണു അളവ് വ്യത്യാസമില്ലാതെ തികച്ചും അതേപോലെ തന്നെ ഇവിടെ ഉണ്ടാകേണ്ടതുണ്ട്. അതിലൊരു വ്യത്യാസം ഇവിടെ ഉണ്ടാവുകയില്ല. ഇത് അധികം ആളുകൾ ഇത് ഗ്രഹിക്കാറില്ല. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് എങ്ങനെയൊക്കെ ബനു ഇസ്രായേൽ ഉണ്ടായോ, ഏത് രീതിയിലുള്ള ഖിലാഫത്ത്, ഏത് കാലം വരെയുള്ള ഖിലാഫത്ത്, എത്ര കാലവിളംബങ്ങൾ അതിനിടയിൽ ഉണ്ടായിട്ടുണ്ട് അത്രയും, എത്ര ആളുകൾ വന്നിട്ടുണ്ട് അത്രയും ആളുകൾ എന്ന് മാത്രമല്ല എന്ത് പ്രഭാവമാണ് അവരിൽ നിന്ന് വെളിപ്പെട്ടത് അതേ പ്രഭാവം, എന്തൊക്കെ അവിടെയുണ്ടോ ട്രൂ കോപ്പി ആയിരിക്കും ഇപ്പുറത്തുണ്ടായിരിക്കുക. അത് ഖുർആന്റെ വ്യക്തമായിട്ടുള്ള അടയാളമാണ്. കമസ്തഖലഫല്ലദീന എന്ന വാക്കിലുണ്ടതെന്ന്.
അതിനുശേഷം മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, इसी उम्मत में भी खलीफे बनाएंगे और इसी सिलसिले खिलाफत उस सिलसिले से कम नहीं होगा जो बने इसराइल के खुलफा के लिए मुकर्रर किया था, और न उनकी तर्ज खिलाफत उस तरज से मुबाइन और मुखालिफ होगी जो बनी इसराइल के खलीफों के लिए मुकर्रर की गई थी. എങ്ങനെയാണ് അവിടെ ഖലീഫ ഉണ്ടായത് അതേപോലെ തന്നെ ഖിലാഫത്തിന്റെ പരമ്പര ഇവിടെയും ഉണ്ടായിരിക്കും. അതിലൊരിക്കലും ഒരു വിധത്തിലുള്ള ന്യൂനതയോ കുറവോ ഉണ്ടാവുകയില്ല. ബനൂ ഇസ്രായേലിന് വേണ്ടി അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് എന്താണോ അതൊക്കെ തന്നെ ഇവിടെയും ഉണ്ടാവും. ആ രീതി എന്തായിരുന്നോ ആ രീതി ഇവിടെ ഉണ്ടായിരിക്കും. അതിലൊരു വ്യതിരിക്തതയും ഒരു വൈരുദ്ധ്യവും നിങ്ങൾക്ക് ഒരിക്കലും കാണാൻ സാധിക്കുകയില്ല. മുമാസിലത്തെ തമ का इशारा जो कमस्तखलफ अल्लदीन मिन क़ब्लिहिम से समझा जाता है, साफ दलालत करता है. കമസ്തഖലഫ അല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ളവരിൽ ഖലീഫമാരാക്കിയതുപോലെ എന്ന് ഒരു പൂർണ്ണമായിട്ടുള്ള സാദൃശ്യത്തെയാണ് ഇവിടെ എടുത്തു പറയുന്നത്. അതിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന ഒരു സംഗതിയാണ് യേ മുമാസിലത്ത് മുദ്ദത്തെ അയ്യാമെ ഖിലാഫത്ത്, ഖിലാഫത്തിന്റെ കാലഘട്ടം, और ഖലീഫോं की तर्ज इस्लाह, ഖലീഫമാരുടെ പരിവർത്തന രീതി, और तर्ज ज़ुहूർ, അവരുടെ പ്രകടന രീതി, അവർ വെളിപ്പെടുന്ന രീതി, അവർ വരുന്ന രീതി से मुतालिक അതിനനുസൃതമായിട്ടാണ്, അതുമായി ബന്ധപ്പെട്ടതാണ്. सो चूंकि ये बात जाहिर है कि बनी इसराइल के खलीफतुल्लाह होने का मनसब हजरत മൂസ से शुरू हुआ. ഇനി രണ്ടിനെ കൂടി താരതമ്യം ചെയ്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വളരെ വ്യക്തമായിട്ടുള്ള സംഗതിയാണ്, മൂസ അലൈഹിസ്സലാം മുഖേനയാണ് ബനു ഇസ്രായേലിന്റെ ഖിലാഫത്തിന്റെ പ്രാരംഭം കുറിക്കുന്നത്. और एक मुद्दत दराज तक तनावत बनवत अंबिया बनी इसराइल में रहकर आखिर 14 बरस के पूरे होने तक हजरत ईसा इब्न मरियम पर ये सिलसिला खत्म हुआ. അങ്ങനെ കാലക്രമേണ ബനു ഇസ്രായേൽ വന്ന അമ്പിയാക്കളിലൂടെ ആ ഖിലാഫത്ത് തുടർന്ന് വന്നേ, ഒന്ന് കഴിഞ്ഞ് അതിനടുത്തത് വന്നേ. അവസാനം 14ാമത്തെ നൂറ്റാണ്ടിൽ ഈസാ നബി അലൈഹി ഇസ്ലാം മസീബിന് മറിയം വരുമ്പോൾ ആ ഖിലാഫത്തിന്റെ പരമ്പര അവിടെ വെച്ച് വിരാമം കുറിക്കുന്നു, അവിടെ വെച്ച് അത് അവസാനിക്കുന്നു. ഇതാണ് ബനു ഇസ്രായേൽ സംഭവിച്ചത്. അതേപോലെ തന്നെ പസ് ജബ്കെ ഖുറാനെ കരീം ने साफ साफ बतला दिया कि खिलाफत इस्लामी का सिलसिला अपनी तरक्की और तनज़ुल या अपनी जलाली और जमाली हालत की रूह से खिलाफत इसराइल से बकुल्ली मुताबिक व मुशाबह व मुवासिल होगा. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ഇസ്ലാമിക ഖിലാഫത്ത് എന്നുള്ളത് അതിന്റെ പുരോഗതികളുടെ കാര്യത്തിലും അതിന്റെ അധോഗതികളുടെ കാര്യത്തിലും അതിന്റെ പ്രഭാവത്തിന്റെ കാര്യത്തിൽ അത് പ്രഭാവം സൗന്ദര്യമുള്ളതാണെങ്കിൽ അത് അല്ല മറ്റ് പ്രതാപത്തിലുള്ളതാണെങ്കിൽ ശരി, ജലാലാണെങ്കിലും ജമാലാണെങ്കിലും രണ്ട് വിധത്തിലും ഇസ്രായേലി ഖിലാഫത്തിനോട് പൂർണ്ണമായിട്ടും അനുഗുണമായിരിക്കും, സാദൃശ്യമുള്ളതായിരിക്കും, ഒരേപോലെ താദാത്മ്യം പുലർത്തുന്നതായിരിക്കും. और अरबी उम्मी बता दिया कि नबी अरबी उम्मी सल्लल्लाहु अलैहि वसल्लम मसीह मूसा है. ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഉമ്മി പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസക്ക് സമാനനാണെന്ന് സൂറത്തുൽ മുസമ്മിൽ ആയത്ത് വ്യക്തമായിട്ടുണ്ട്. മൂസക്ക് സമാനനായിട്ടാണ് ഹസരത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചിട്ടുള്ളതെന്ന്. तो इस ज़िमन में कतई और यकीनी तौर पर बता दिया गया कि जैसे इस्लाम सर दफ्तर इलाही खलीफों का मसीह मूसा है, जो इस सिलसिले इस्लामिया के सिपा सलार और बादशाह तख्ते इज्जत के अव्वल दर्जे पर बैठने वाला और तमाम का मसदर और अपनी रूहानी औलाद के मारू से आला है सल्लल्लाहु अलैहि वसल्लम, ऐसा ही इस सिलसिला का खात्मा बाएतिबार निस्बत तामा वो मसीह बिन मरियम है, जो इस उम्मत के लोगों में से बहुक्म रब्बानी मसीही सिफात से रंगीन हो गया है. അതായത് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞ് രണ്ടിനെയും സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാം ബനു ഇസ്രായേലിന്റെ പ്രാരംഭത്തിൽ ആദ്യം വന്ന അതിന്റെ ആദി പിതാവ് എന്ന നിലയിലുള്ള ഖലീഫയാണ്. അതേപോലെ ആത്മീയമായ എല്ലാ ഔന്നിത്യങ്ങളിലും വിരാജിക്കപ്പെടുന്ന എല്ലാവിധത്തിലുള്ള പ്രതാപങ്ങളും അള്ളാഹുവിന്റെ സാമീപ്യങ്ങളും സിദ്ധിച്ചിട്ടുള്ള മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ ഏറ്റവും ആദ്യത്തെ പിതാവാണ്, അഥവാ ഈ ഉമ്മത്തിലെ ആദ്യത്തെ ഖലീഫയാണ്. അതേപോലെ ബനു ഇസ്രായേലിൽ ഏറ്റവും അവസാനം വന്നിരുന്ന ഖലീഫ മസീഹ് ഇബ്നു മറിയം ആണ് എന്നതുപോലെ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഈ ഉമ്മത്തിൽ വരേണ്ട ഖലീഫയും അവസാനം വരേണ്ട ഖലീഫ മസീഹ് ഇബ്നു മറിയമിന് സദൃശനാകുന്ന വാഗ്ദത്ത മസീഹാണ്. ഇസാലയോഹാം ആദ്യത്തെ എഡിഷൻ 668 പേജ്, 670
73 പേജ് വരെയുള്ള വാക്കുകളാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളെടുത്ത് തർജ്ജമ ചെയ്യുമ്പോൾ അനുപദം തർജ്ജമ ചെയ്യാതെ ഭാവാർത്ഥത്തിലാണ് തർജ്ജമ ചെയ്തിട്ടുള്ളത്. അനുപദം തർജ്ജമ ചെയ്താലും ഇതിനേക്കാൾ കൂടുതൽ വ്യക്തമാകും, പക്ഷേ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ തർജ്ജമ ചെയ്ത്. റുഹാനി ഖസായിൻ വാള്യം 3 പേജ് നമ്പർ 460, 463. അതിനുശേഷം മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ഉദ്ധരണിയും കൂടി ഇതിന് ഒരു സഹായകമെന്ന നിലയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. बस हमारे नबी सल्लल्लाहु अलैहि वसल्लम इजहार सच्चाई के लिए एक मुजद्दिद आज़म थे जो गुमगुश्ता सच्चाई को दोबारा दुनिया में लाए. लेक्चर सियालकोट पेज नंबर 4, रूहानी ഖസായിൻ വോള്യം 20 പേജ് നമ്പർ 206. കാരണം അത് റെക്കോർഡ് ചെയ്താൽ ആരെങ്കിലും അത് നോക്കണേ, പുസ്തകം നോക്കട്ടെ എന്ന് വിചാരിച്ചാണ് കൂടെ ഉദ്ധരണി കൂടി എടുത്തു പറയുന്നത്. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യത്തിന്റെ പ്രകടനത്തിന് വേണ്ടി, സത്യത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി വന്നിട്ടുള്ള മുജദ്ദിദെ ആളമായിരുന്നു. ഏറ്റവും മഹാനായ മുജദ്ദിദായിരുന്നു. അത് മറഞ്ഞുപോയ സത്യങ്ങളെ വീണ്ടും ഈ ലോകത്തെ പുനഃപ്രതിഷ്ഠിച്ച മഹാനായ മുജദ്ദിദായിരുന്നു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ മുജദ്ദിദ് എന്ന സ്ഥാനത്ത് അതിൻ്റെ മുജദ്ദിദെ ആളം എന്ന് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയാണ്. ഇതൊരു നിവേദനമൊന്നുമല്ല. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം കൈകൊണ്ട് എഴുതിയ പുസ്തകത്തിൽ, അദ്ദേഹം പ്രഭാഷണത്തിന് വേണ്ടി ലെക്ചർ സിയാൽകോട്ടിൽ നൽകിയ പ്രഭാഷണത്തിന് വേണ്ടി നൽകിയ പുസ്തകത്തിലാണ് ഇതുള്ളത്. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് മുജദ്ദിദീങ്ങളുടെ ഏറ്റവും വലിയ നേതാവ് ഇസ്ലാമിക ഉമ്മത്തിൽ. അത് ലോകത്ത് എല്ലാ കുലങ്ങൾക്കും മനുഷ്യകുലോത്തമനായ പ്രവാചകൻ അഥവാ മാനവരാശിക്ക് മുഴുവൻ വന്ന പ്രവാചകനായതുകൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരാശിയുടെ മുജദ്ദിദെ ആളമാണ്. അതേസമയത്ത് മൂസാ നബി ബനു ഇസ്രായേലിലേക്ക് വന്ന ആളായതുകൊണ്ട് ഇസ്രായേൽ സന്തതികളുടെ മുജദ്ദിദെ ആളമാണ്. അതേപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഉമ്മത്തിൽ വരുന്ന ഖിലാഫത്തിനെ കുറിച്ച് ഖുർആൻ പറയുമ്പോൾ കമ എന്ന പദം പ്രയോഗിച്ചിട്ടുണ്ട്. അതേപോലെ എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളൊരാളോട് ഒരു സാധനം എടുത്തുകൊണ്ട്, ഇപ്പോൾ പെൻ എടുത്തുകൊണ്ട് പറഞ്ഞ് ഇതേപോലത്തെ ഒരു പെന്ന് എന്ന് പറഞ്ഞാൽ വിവരമുള്ള ഒരുത്തൻ വേറൊരു പെന്നിനെ കാണിച്ചിട്ട് അതുപോലത്തെ അല്ലാത്തൊരു പെന്ന് എന്ന് പറയില്ല. ഒരു സാദൃശ്യപ്പെടുത്തുമ്പോൾ ആൾക്ക് മനസ്സിലാവാനാണ് ടീച്ചിങ് മെത്തേഡാണ്. അൽ മഅറൂഫു യദുല്ലു ഇലൽ മജ്ഹൂലി എന്ന് നമ്മൾ ഉസൂലിലെ കിതാബിൽ എഴുതി വെച്ചിരിക്കുന്നു ടീച്ചിങ് മെത്തേഡിനെ കുറിച്ച്. അറിയാവുന്ന കാര്യങ്ങൾ പറഞ്ഞുകൊടുത്ത് അറിയാത്ത കാര്യങ്ങളെ അവർ ധരിപ്പിക്കണം. ഇത് ഖുർആന്റെ ടീച്ചിങ് മെത്തേഡാണ്. എപ്പോഴും ഖുർആൻ പറയുമ്പോൾ പഴയ ചരിത്രങ്ങൾ എടുത്തു പറയുന്നത് അതിനു വേണ്ടിയാണ്. അറിയുന്ന കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് വരാനുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിനെ വ്യക്തമായിട്ട് പറയും. ഇതേ സംഗതിയാണ് ഈ മെത്തേഡിലാണ് പറഞ്ഞ് മുമ്പ് വന്ന ഖിലാഫത്ത് അവിടെ ഉണ്ട്, ഒന്നിനും തർക്കിക്കേണ്ട ആവശ്യമില്ല. എന്താണ് അവിടെ നടന്നത് അതിവിടെ നോക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ, അവിടെ സംഭവിച്ച നഷ്ടങ്ങൾ എന്താണോ അത് നിങ്ങൾക്ക് നഷ്ടങ്ങൾ സംഭവിക്കാൻ പാടില്ല. അവിടെ ലഭിച്ച ലാഭങ്ങൾ എന്താണോ അത് നിങ്ങൾക്ക് ലഭിക്കേണ്ടതാണ്. അവർക്ക് വിനഷ്ടമായതൊന്നും തന്നെ നിങ്ങൾക്ക് നഷ്ടമാവാൻ പാടില്ല. അതുകൊണ്ട് അതിനെ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന നിലയിൽ കമ എന്നൊരൊറ്റ വാക്കുകൊണ്ട് ഖുർആൻ ഒരു ചിത്രം തന്നെ വരച്ച് കാണിച്ചു തന്നിട്ട് ഈ ചിത്രം പോലെയാണ് ആ ചിത്രവും എന്ന് വ്യക്തമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ പരിപൂർണമായിട്ടുള്ള ഒരു സാദൃശ്യം ഇല്ല എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ അവർക്ക് സാദൃശ്യം എന്നുള്ള പദത്തെക്കുറിച്ച് അറിയുകയില്ല എന്നേ പറയാൻ നിവൃത്തിയുള്ളൂ. അത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം വളരെ ശക്തമായിട്ട് ഇക്കാര്യത്തെ തൻ്റെ ഷഹാദത്തുൽ ഖുർആൻ, ഇസാലെ ഔഹാം, അതേപോലെ തന്നെ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തദ്കിറത്തു ഷഹാദത്തൈൻ, തൗഫെ ഗോൾഡവിയ, ഈ ലെക്ചർ സിയാൽകോട്ട് തുടങ്ങിയ പുസ്തകങ്ങളിലെല്ലാം തന്നെ മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ഈ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. വളരെ വ്യക്തമായിട്ട് ഈ കാര്യത്തെ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം കമ എന്ന പദത്തെ ഒന്നുകൂടെ എടുത്തു പറഞ്ഞത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം ആ പദത്തെ മാത്രം വ്യാഖ്യാനിച്ചുകൊണ്ടൊരു സ്ഥലത്ത് പറയാണ്, അഗർ ഇസ് മുമാസിലത്തെ താമ മുറാദ് നഹി തോ കലാം അബസ് ഹോ ജാത്ത ഹൈ. ഈ കമ എന്ന് സാദൃശ്യപ്പെടുത്തിയതിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള സാദൃശ്യമല്ലെങ്കിൽ ഈ വചനം വ്യർത്ഥമായിത്തീരും, ഖുറാന്റെ ഈ വചനം വ്യർത്ഥമായിത്തീരും. ക്യോंकि ശരീഅത്തെ മൂസവിയ में 1400 बरस तक खिलाफत का सिलसिला मुमतद रहा. മൂസവി ശരീഅത്തിൽ 1400 കൊല്ലക്കാലം ഖിലാഫത്തിന്റെ പരമ്പര നീണ്ടുനിന്നു. നാ സിർഫ് 30 ബറസ് തക്. ഇവിടെയാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആളുകൾ ചിലർ തെറ്റിദ്ധരിക്കുന്ന സംഗതിയാണ്. വെറും 30 വർഷമല്ല നീണ്ടുനിന്നത്. और 17 खलीफे रूहानी और ज़ाहिरी तौर पर हुए, ना सिर्फ 4 और
ഫിർ ഹമേഷ കെ ലിയെ ഖാത്തമ. നൂറുകണക്കിന് ഖലീഫമാർ, ആത്മീയവും ഭൗതികവുമായിട്ടുള്ള ഖലീഫമാർ അവരിൽ നിലനിന്നിരുന്നു ബനു ഇസ്രായേലിനെ. വെറും 4 ആൾ വന്ന് അവസാനിപ്പിക്കുന്ന ഖിലാഫത്ത് ആയിരുന്നില്ല അവിടെ. 2 കാര്യങ്ങൾ ഒന്നിച്ചാണ് മസീമത് പറയുന്നത്. ഒന്ന്, ഇസ്ലാമിക ലോകത്ത് 4 ഖലീഫമാർ വന്നു, ഖലീഫ നശിച്ചു, പിന്നെ കഴിഞ്ഞു, ഖിലാഫത്ത് കഴിഞ്ഞു എന്ന് പറയുന്ന ആളുകളോട് പറയണേ, മൂസ നബിയുടെ സമുദായത്തോട് അതേപോലെ തന്നെ താദാത്മ്യം പുലർത്തുന്ന സമുദായമാണിതെന്ന് പറയുമ്പോൾ അതേപോലെ എന്ന് പറയുന്ന വചനം വ്യർത്ഥമായി തീരും. അതേപോലെ അല്ലെങ്കിൽ അപ്പോൾ സ്വാഭാവികമായും ഇവിടെ 4 ആൾ വന്ന് ഖിലാഫത്ത് അവസാനിച്ചു എന്ന് പറഞ്ഞാൽ ആ വചനത്തിന് വിരുദ്ധമാണ്, അല്ലെങ്കിൽ പറഞ്ഞ വചനം വ്യർത്ഥമാണ്. അതൊരിക്കലും സാധ്യമല്ല. ഷഹാദത്തുൽ ഖുർആൻ പേജ് നമ്പർ 19, റുഹാനി ഖസായിൻ വാള്യം 6 പേജ് നമ്പർ 324. ഷഹാദത്തുൽ ഖുർആൻ എന്നുള്ള ഗ്രന്ഥത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, മസീമോദിന്റെ വരവിനെക്കുറിച്ച് ഖുർആനിലുണ്ടോ എന്ന് ചോദിച്ചതിന് മറുപടിയായിട്ടാണ് മസീമുൽ ഇസ്ലാത്തു വസ്സലാം ഈ ഗ്രന്ഥം എഴുതിയിട്ടുള്ളത്. തന്നെക്കുറിച്ച് ഖുർആനിൽ എന്താണ് വന്നിട്ടുള്ളത്? ചില ആളുകൾ ചോദിക്കാറുണ്ട്, മസീമോദിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ? ആ ചോദ്യത്തിന് മറുപടി എന്ന നിലയിലാണ് മസീമുൽ ഇസ്ലാത്തു വസ്സലാം ഇത് എഴുതുന്നത്. അതിലാണ് മസീമുൽ ഇസ്ലാത്തു വസ്സലാം ഈ കാര്യം, ഈ തെളിവ് വെച്ചിട്ടുള്ളത്. क्या किसी नेक दिल इंसान की ऐसी राय हो सकती है जो हजरत मूसा अलैहिस्सलाम की निस्बत तो ये इतिकाद रखे कि बिलाशुबा उनकी शरीयत की बरकत और खिलाफत राशिदा का ज़माना बराबर 14 बरस तक रहा, लेकिन वो नबी जो अफजल रसूल और खैरुल अंबिया कहलाता है, जिसकी शरीयत का दामन क़यामत तक मुमतद है, उसकी बरकत गोया उस ज़माने तक ही महदूद है और मिनकुम के लफ्ज़ उस ज़माने तक ही महदूद है. അതായത് ഏതെങ്കിലും ഒരാൾ സൽഹൃദയനായ ഒരു മനുഷ്യനെ, മുസൽമാനെ എങ്ങനെ ഒരു വിശ്വാസം വെച്ച് പുലർത്താൻ കഴിയും? ഒരു സമുദായത്തിന് വേണ്ടി മാത്രം വന്നിരുന്ന മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ആൾ വിശ്വസിക്കുന്നത് എന്താണ്? മൂസാ നബിയുടെ ശരീഅത്തും ഖിലാഫത്തെ റാഷിദയും 1400 കൊല്ലം വരെ നിലനിന്നു. എന്നാൽ സകലലോക പ്രവാചകന്മാരിലും ശ്രേഷ്ഠനായി വന്ന പ്രവാചകൻ, സകല പ്രവാചകന്മാരിലും ഉത്തമനായ പ്രവാചകൻ എന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ ശരീഅത്തിൻ്റെ ഈ കാലഘട്ടം അതല്ലെങ്കിൽ ഖിയാമത്ത് വരെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഖിയാമത്ത് വരെയുള്ള ശരീഅത്തുമാണ്. അവിടെ ആ ബർക്കത്തുകൾ, ഖിലാഫത്തിൻ്റെ ബർക്കത്തുകൾ ഏതാനും വർഷങ്ങൾ കഴിഞ്ഞ് അവസാനിച്ചു പോയി എന്നാർക്കെങ്കിലും പറയുവാൻ സാധിക്കുമോ? ഇനി മസീമുൽ ഇസ്ലാത്തു വസ്സലാം പറയുന്നു, മസീമിൻ്റെ ഖുർആനിക ജ്ഞാനത്തിൻ്റെ ആ ചെറിയ ചെറിയ വാക്കുകളിൽ മസീമുൽ ഇസ്ലാത്തു വസ്സലാം കണ്ടെത്തുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. മസീമു പറയാണ്, और मिनकुम के लफ्ज़ से ये जिताना भी मंजूर है कि पहले भी वही लोग खलीफे मुकर्रर किए गए थे जो ईमानदारो और नेकोकार थे. അതായത് മിൻകും എന്ന പദം കൊണ്ട് ഇവിടെ മനസ്സിലാക്കി തരാൻ ഉദ്ദേശിച്ച ഒരു സംഗതി, നിങ്ങളിൽ നിന്ന് വിശ്വാസവും സൽക്കർമ്മവും ഉള്ള ആളുകൾ എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് മുമ്പ് ഖിലാഫത്തിന്റെ സ്ഥാനത്ത് വന്നിരുന്ന മൂസാ നബിയുടെ സമുദായത്തിൽ ഖിലാഫത്ത് വന്നിരുന്ന സ്ഥാനങ്ങളും വിശ്വാസവും സൽക്കർമ്മവുമുള്ള ആളുകളായിരുന്നു എന്നാണ് എനിക്ക് പറഞ്ഞത്. ഒന്ന് ഇങ്ങോട്ട് സാദൃശ്യപ്പെടുത്തുമ്പോൾ ഇതിനെടുത്ത് അങ്ങോട്ടുകൂടെ സാദൃശ്യപ്പെടുത്തിക്കൊണ്ട് മസീമുൽ ഇസ്ലാത്തു വസ്സലാം പറയാണ്, നിങ്ങളിൽ നിന്ന് വിശ്വാസവും സൽക്കർമ്മവുമുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ മൂസാ നബിയുടെ സമുദായത്തിലും അതേപോലെ വിശ്വാസവും സൽക്കർമ്മകാരികളുമായിട്ടുള്ള ആളുകളാണ് ഖലീഫമാരായി വന്നത് എന്നതുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഷഹാദത്തുൽ ഖുർആന്റെ തന്നെ അടുത്ത 22-ാമത്തെ പേജ് മുതൽ 24 പേജുകളിലാണ് ഈ കാര്യം ഉള്ളത്. ഹസരത്ത് മസീഹുൽ ഇസ്ലാത്തു വസ്സലാം തൻ്റെ വാദത്തെക്കുറിച്ച്, മസീഹിൻ്റെ വാദത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് പറയുകയാണ്, ऐसा ही सिलसिले मोहम्मदिया की खिलाफत का आखिरी खलीफा जो मसीह मौद से मौसूम है, सिलसिले मूसविया के आखिरी खलीफा से जो हजरत ईसा बिन मरियम में मुशाबहत रखते हैं. ഈ ഖിലാഫത്ത് ഇനി അവസാനിക്കൂല, ആ കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ മുജദ്ദിദീങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന പറയുന്ന ആളുകൾക്കുള്ളൊരു മനസ്സിലാക്കേണ്ട സംഗതിയാണിത്. എങ്ങനെയാണോ സിൽസിലെ ഖിലാഫത്തെ മൂസവിയയിൽ അവസാനമായി മസീഹ് മൗദ് വന്നു, അതേപോലെ മുഹമ്മദി ഖിലാഫത്തിന്റെ അവസാനമായി മസീഹ് ബിൻ മറിയമാണ് വരുന്നത്. ആ മസീഹ് ബിൻ മറിയം വരുമ്പോൾ ഈസ ബിൻ മറിയമിനോട് സാദൃശ്യമുള്ള ആളായിരിക്കും മസീഹ് ബിൻ മറിയം. അവിടെ അവസാനം വന്ന ഖലീഫ മസീഹ് ബിൻ മറിയം, ഇവിടെ വരുന്നതും അത് തന്നെയാണ്. ഈ സിൽസിലെ മസാവാസെ ലാസിമായ, ഈ പരസ്പര സാദൃശ്യം കൊണ്ട് വ്യക്തമാകുന്ന അനിവാര്യമായി വരുന്ന ഒരു കാര്യം, ഹസ്രത്ത് ഈസാ അലൈഹി ഇസ്ലാം के मसीह मौद से जो शरीयत इस्लामी का आखिरी खलीफा है मुशाबित रखते हैं. അവസാനം ഈസാ നബി അലൈഹി ഇസ്ലാം